everyone, welcome to EDFIL learning. നമ്മൾ ഓൾറെഡി ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന മൊഡ്യൂളിലുള്ള ഒരു പാർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ ആണ്, ആ ക്വസ്റ്റ്യൻ്റെ മുഴുവനായിട്ടില്ല, അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. സോ അതിൻ്റെ പാർട്ട് 2. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ഇൻവേസീവ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം, അവിടെ നമ്മൾ ഇൻവേസീവ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ അതുകൊണ്ട് നോൺ ഇൻവേസീവ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് നോൺ ഇൻവേസീവ് മെത്തേഡ്സ് എന്ന് നോക്കാം. നോൺ ഇൻവേസീവ് മെത്തേഡ്സ് ആർ ടെക്നിക് ദാറ്റ് allow researchers to study or measure brain activity without physically entering the body or penetrating the brain tissue. ഇൻവേസീവ് ടെക്നിക്സ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രോഡ്സോ അല്ലെങ്കിൽ ബ്രെയിൻ ടിഷ്യൂസൊക്കെ ഡാമേജ് ചെയ്തോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ടെക്നിക്സിൽ പഠിച്ചിരുന്നത്, സ്ട്രക്ചറിനെ കുറിച്ചും ഫങ്ഷനെ കുറിച്ചൊക്കെ. എന്നാൽ ഈ ഒരു നോൺ ഇൻവേസീവിൽ വരുന്നത് നമ്മൾ ഈ ബോഡിയിലേക്ക് പെനിട്രേറ്റ് ചെയ്യൂല, വിത്തൗട്ട് ഫിസിക്കലി എൻ്ററിങ് ദ ബോഡി ഓർ പെനിട്രേറ്റിംഗ് ബ്രെയിൻ ടിഷ്യൂ. അവിടെ ബ്രെയിൻ ടിഷ്യൂസിനൊന്നും നമ്മൾ ഒരു ഡാമേജും നമ്മളായിട്ട് വരുത്തുന്നില്ല. സോ അങ്ങനെ പഠിക്കുന്ന ടെക്നിക്കിനെയാണ്, സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ പഠിക്കുന്ന ടെക്നിക്കിനെയാണ് നോൺ ഇൻവേസീവ് മെത്തേഡ് എന്ന് പറയുന്നത്. They obtain information externally using instruments placed on the scalp or outside the head and therefore do not require surgery or implantation of electrodes. ഇവിടെ നമ്മൾ എക്സ്റ്റേണലി ആണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പുറത്ത്, സ്കാപ്പിൻ്റെ പുറത്തൊക്കെ ആയിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസസോ ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർജറിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രോഡ്സിൻ്റെ ഇംപ്ലാന്റിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ സ്ട്രക്ചറൽ മെത്തേഡ്സും ഉണ്ട്, ഫങ്ഷണൽ മെത്തേഡ്സും ഉണ്ട്. ചില ടെക്നിക്സൊക്കെ ബ്രെയിനിൻ്റെയോ അല്ലാത്ത ഭാഗത്തിൻ്റെയോ ഒക്കെ സ്ട്രക്ചർ പഠിക്കാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലതൊക്കെ ഫങ്ഷൻ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം വരുന്നത് സ്ട്രക്ചറൽ മെത്തേഡ്സ് ആണ്. These are techniques that provide images of the physical structure and anatomy of the brain. ഇവിടെ ഫിസിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്രെയിൻ്റെ അനാട്ടമി ഒക്കെയാണ് ഈ ഒരു ടെക്നിക്സിൽ തരുന്നത്. They show what the brain look like, the size, shape and integrity of different brain regions. അപ്പോൾ ഇവിടെ തരുന്നത് എങ്ങനെയാണ് ബ്രെയിൻ കാണാൻ. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന കാര്യത്തിൽ ബ്രെയിനൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ബ്രെയിൻ കാണാൻ എന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷേ അത് അങ്ങനെയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇതുപോലത്തെ പല ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് മനസ്സിലായത്. അപ്പോൾ അവിടെ നോക്കുന്നത് സൈസ് നമുക്ക് കിട്ടും, ഷേപ്പ് കിട്ടും, ഇൻറ്റഗ്രിറ്റി ഓഫ് ഡിഫറെൻറ്റ് ബ്രെയിൻ റീജിയൻസ്, ഇത്രയൊക്കെ കിട്ടും. പക്ഷേ ഈ പറഞ്ഞ റീജിയൻസ് ഒക്കെ എന്താ ചെയ്യുന്നത് എന്ന് ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചില എക്സാമ്പിൾസ് ഉണ്ട്, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ അതിൽ നോക്കാം. MRI ഉണ്ട്, CT സ്കാൻ ഉണ്ട്, DTI ഉണ്ട്. ഇതൊക്കെ സ്ട്രക്ചറൽ മെത്തേഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. സോ ആദ്യമായിട്ട് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കരമായിട്ട് കേട്ട് സുപരിചിതമായിട്ടുള്ളൊരു വേർഡായിരിക്കും MRI എന്ന് പറയുന്നത്. നമ്മളിപ്പം വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്താണ് അധികവും നിങ്ങളൊന്ന് MRI എടുത്തിട്ട് വരുമോ, അതിൻ്റെ റിസൾട്ട് കൂടി നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറയുന്നത് കേൾക്കാം അല്ലേ. സോ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന MRI എന്ന് പറഞ്ഞാൽ? MRIൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? Provides high resolution images of brain structures allowing for the observation of anatomical changes or abnormalities. ഇപ്പോൾ ഈ അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാറ്റമിക്കൽ ചേഞ്ചസോ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ തരുന്നത്? ഹൈ റെസൊല്യൂഷൻ ഇമേജസ്. ബ്രെയിൻ സ്ട്രക്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രെയിൻ പാർട്സിൻ്റെ ഒക്കെ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഇമേജസ് തരും. എന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ ഭാഗങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സ് ദാറ്റ് ക്രിയേറ്റ്സ് ഡീറ്റെയിൽഡ് പിക്ചേഴ്സ് ഓഫ് ദ ഇൻസൈഡ് ഓഫ് ദ ബോഡി, എസ്പെഷ്യലി ദ ബ്രെയിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂസ് യൂസിങ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് റേഡിയോ വേവ്സ്, നോട്ട് എക്സ്റേസ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്സോ അല്ലെങ്കിൽ റേഡിയോ വേവ്സോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തരും? ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ദ ഇൻസൈഡ് ഓഫ് ദ ബോഡി. ബോഡിയിലെ ഉള്ളിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ കണ്ണുകൊണ്ട് ഒരാളെ അവരുടെ പുറമെ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ ഈ MRI ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും, എസ്പെഷ്യലി നമ്മുടെ ബ്രെയിൻ റീജിയൻസിനെ കുറിച്ചൊക്കെ.
അപ്പോൾ എങ്ങനെയാണ് ഒരു MRI മെഷീൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അതൊരു സ്ട്രോങ് മാഗ്നറ്റ് ഉണ്ട്. The MRI machine has a powerful magnet that creates a strong magnetic field around the body. This field aligns the hydrogen atom in the body tissues. അപ്പോൾ MRIയുടെ ഒരു മെഷീൻ ഉണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മെഷീനാണ് നമ്മൾ MRIക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ MRI എടുത്തവരോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ എടുത്തവരുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്പാരറ്റസ് ആണ് നമ്മുടെ MRIക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ എന്താണ് പറഞ്ഞത്, ഈ ഒരു MRI മെഷീനിൽ പവർഫുൾ മാഗ്നറ്റ് ഉണ്ട്. ആ ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യും, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ബോഡിയുടെ അറൗണ്ട് ആയിട്ട് ഈ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ഫീൽഡ് നമ്മുടെ ബോഡി ടിഷ്യൂസിലേക്ക് ഹൈഡ്രജൻ ആറ്റംസ് അലൈൻ ചെയ്യും. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്, റേഡിയോ വേവ്സ് ആർ സെൻഡ് ത്രൂ ദ ബോഡി ഡിസ്റ്റർബിങ് ദ അലൈൻഡ് ആറ്റംസ്. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് റേഡിയോ വേവ്സ് സെൻഡ് ചെയ്യും. ആ സമയത്ത് ഈ അലൈൻഡ് ആറ്റംസിനെയൊക്കെ ഇത് ഡിസ്റ്റർബ് ചെയ്യും. ആസ് ദ ആറ്റംസ് റിട്ടേൺ ടു ദെയർ അലൈൻഡ് സ്റ്റേറ്റ് ദേ എമിറ്റ് സിഗ്നൽസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അലൈൻഡ് സ്റ്റേറ്റിലേക്ക് ഈ ആറ്റംസ് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അവർ സിഗ്നൽസ് എമിറ്റ് ചെയ്യും. അങ്ങനെ സിഗ്നൽസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ദീസ് സിഗ്നൽസ് ആർ ഡിറ്റക്റ്റഡ് ബൈ ദ MRI മെഷീൻ ആൻഡ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡീറ്റെയിൽഡ് ഇമേജസ് ഓഫ് ദ ബോഡീസ് ഇന്റേണൽ സ്ട്രക്ചേഴ്സ്. അങ്ങനെ ഈ ഒരു സിഗ്നൽസ് അയച്ച സമയത്ത് ഈ സിഗ്നൽസിനെ നമ്മുടെ മെഷീൻ ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നമ്മുടെ ബോഡിയുടെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, a computer processes the signals and generates cross-sectional images of the body, allowing doctors to visualize internal structures like organs, bones and tissues. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജ് ഒരു കമ്പ്യൂട്ടറാണ് പ്രോസസ്സ് ചെയ്തിട്ട് ഇമേജ് ഉണ്ടാക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ ഇത് കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് ഒന്നും ഇപ്പോൾ നമ്മൾ പഠിക്കണമെന്നില്ല, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മുടെ സിലബസിലും ഇല്ല. പക്ഷേ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ മെയിനായിട്ട് MRI അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ചിത്രം മനസ്സിലാക്കിയാൽ മതി. സോ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ MRI മെഷീൻ. ഓക്കെ, ഇനി സ്ട്രക്ചറൽ മെത്തേഡിലെ നോൺ ഇൻവേസീവ് മെത്തേഡിലെ സ്ട്രക്ചറൽ മെത്തേഡ്സിലെ രണ്ടാമതായിട്ട് വരുന്നതാണ് CT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി. സോ ഇതൊന്ന് തരുന്നത് ക്രോസ് സെക്ഷണൽ ഇമേജസ് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ബ്രെയിൻ ഇഞ്ചുറീസും അബ്നോർമാലിറ്റീസും ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്ത് തരുന്നത്, ക്രോസ് സെക്ഷണൽ ഇമേജസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസസ് എക്സ്റേസ് പ്ലസ് കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ്. നേരത്തെ പറഞ്ഞു എക്സ്റേസ് അല്ല യൂസ് ചെയ്യുന്നത് MRIയിലെന്ന്, പക്ഷേ ഇവിടെ CT സ്കാനിൽ നമ്മൾ മെയിനായിട്ട് എക്സ്റേസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗും ഉണ്ടാവും. ഇറ്റ്സ് ലുക്ക് ലൈക്ക് അറ്റ് ദ ബോഡി പാർട്ട് സ്ലൈസ് ബൈ സ്ലൈസ്, ആൾമോസ്റ്റ് ലൈക്ക് ബ്രെഡ് സ്ലൈസസ് ഇൻ എ ലോഫ്. അപ്പോൾ ഇത് തരുന്ന ഇമേജ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ബോഡി പാർട്ടിനെ ഇങ്ങനെ സ്ലൈസ് ആക്കി ഇപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ സ്ലൈസ് ആയിട്ട് കാണുമല്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ഇമേജ് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ഒരു CT സ്കാൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. ദ പേഷ്യൻറ്റ് ലൈസ് ഓൺ എ ടേബിൾ ദാറ്റ് മൂവ് സ്ലോലി ഇൻ ടു എ ലാർജ് റിംഗ് ഷേപ്ഡ് മെഷീൻ, ദ CT സ്കാനർ. അപ്പോൾ ഒരാളെ ഇപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിനെ ഒരു ടേബിളിൽ കിടത്തിയിട്ട് നമ്മുടെ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ CT സ്കാൻ്റെ മെഷീൻ എന്ന് പറയുന്നത്. ഈ മെഷീനിലേക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, inside the ring an X-ray tube rotates around the body and takes multiple images from different angles. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു എക്സ്റേ ട്യൂബ് ഉണ്ട്. ഈ ട്യൂബ് നമ്മുടെ ബോഡിക്ക് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓരോരോ ഭാഗത്തു നിന്നും ഓരോ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. A computer combines these X-ray images into detailed 2D cross-sectional or even a 3D image. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ എക്സ്റേ ട്യൂബ് എടുത്തിട്ടുള്ള ഈ ഫോട്ടോസിനെ കമ്പ്യൂട്ടർ കമ്പൈൻ ചെയ്തിട്ട് ഒരു 2D അല്ലെങ്കിൽ 3D ആയിട്ടുള്ള ഇമേജ് ആക്കിയിട്ട് നമുക്ക് തരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് CT സ്കാനിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ മെത്തേഡിൽ രണ്ടെണ്ണത്തിനെ കുറിച്ചായിട്ടാണ് പറഞ്ഞത്. MRIനെ കുറിച്ചും പറഞ്ഞു, CT സ്കാനിനെ കുറിച്ചും പറഞ്ഞു. ഇനി പറയുന്നതാണ് ഫങ്ഷണൽ മെത്തേഡ്സ്. ഇവിടെ നടക്കുന്നത് ബ്രെയിൻ ആക്ടിവിറ്റിനെ കുറിച്ചിട്ട് മെഷർ ചെയ്യുന്നതാണ്. നേരത്തെ സ്ട്രക്ചർ ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ ഫങ്ഷൻ ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. ദേ ഷോ
which areas are active while a person is performing a task, thinking, feeling, etc. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒരു കാര്യത്തിനെ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഓർത്തെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നമ്മുടെ ബ്രെയിനിലുള്ള ഏത് പാർട്ടാണ് ആക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഓരോരോ ഫങ്ഷൻസും ചെയ്യുന്നത് ബ്രെയിനിലെ ഏത് പാർട്ടാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫങ്ഷൻ ആക്ടിവേഷൻ ആൻഡ് ന്യൂറൽ പ്രോസസ്സസ്, നോട്ട് ജസ്റ്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, സ്ട്രക്ചർ മാത്രമല്ല, ഇവിടെ ഫങ്ഷനും ആക്ടിവേഷനും ന്യൂറൽ പ്രോസസ്സസും ഒക്കെയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന എക്സാമ്പിൾസ്, ഫങ്ഷണൽ മെത്തേഡ്സിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് EEG, MEG, FMRI, PET സ്കാൻ. ഓക്കെ, അപ്പോൾ ഈ 4 കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം വരുന്നതാണ് EEG. EEG എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ എൻസെഫലോഗ്രാഫി. സോ എന്താണ് EEG എന്ന് പറഞ്ഞാൽ? എ ടെക്നിക് ദാറ്റ് റെക്കോർഡ്സ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ ത്രൂ ഇലക്ട്രോഡ്സ് പ്ലേസ്ഡ് ഓൺ ദ സ്കാൽപ്പ്. നമ്മുടെ സ്കാൽപ്പിൽ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാം. ഓക്കെ, റെക്കോർഡ്സ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഫ്രം ദ ബ്രെയിൻ ത്രൂ ഇലക്ട്രോഡ്സ് പ്ലേസ്ഡ് ഓൺ ദ സ്കാൽപ്പ്. ഇതാണ് അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. എന്തിനപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്? എന്താ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? യൂസ്ഡ് ടു സ്റ്റഡി ദ ബ്രെയിൻ വേവ് പാറ്റേൺസ് അസോസിയേറ്റഡ് വിത്ത് വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. അതായത് നമ്മുടെ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അറൗസ്ഡ് ആയിട്ടുള്ള സമയത്ത്, ഈ സമയത്തൊക്കെയുള്ള ബ്രെയിൻ വേവ് പാറ്റേൺസ് എങ്ങനെയാണ്, എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മൾ ഓൾട്ടറായിട്ട്, നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്തും നമ്മുടെ ബ്രെയിൻ വേവ് പാറ്റേൺസ് മാറ്റമുണ്ടാവും. ഇത് എങ്ങനെയാണ്, ഒരാളിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനൊക്കെയാണ് EEG യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് ഇപ്പോൾ ബ്രെയിൻ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള എപ്പിലെപ്സി, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, പിന്നെ ബ്രെയിൻ ആക്ടിവിറ്റി ഡ്യൂറിങ് ടാസ്ക്, ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ EEG മെയിനായിട്ട് യൂസ് ചെയ്യൽ. ഓക്കെ, സോ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് നമ്മുടെ ഒരു EEGൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഈ ആളുടെ സ്കാൽപ്പിൽ നമ്മൾ കണ്ടോ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വഴി ബ്രെയിൻ വേവ് പാറ്റേൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ EEGനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് MEG അല്ലെങ്കിൽ മാഗ്നെറ്റോ എൻസെഫലോഗ്രാഫി. എന്താണ് മാഗ്നെറ്റോ എൻസെഫലോഗ്രാഫി? A non-invasive brain imaging technique that measure the magnetic fields produced by electrical activity in neurons. ന്യൂറോൺസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വഴി എന്ത് ക്രിയേറ്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ്സിനെ കുറിച്ചിട്ടാണ്. സിമിലർ ടു EEG, നമ്മൾ ഇലക്ട്രോ എൻസെഫലോഗ്രാഫി പോലെ തന്നെയാണ്, പക്ഷേ അവിടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഇവിടെ എന്നാൽ എന്താ യൂസ് ചെയ്യുന്നത്? ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് മെഷറിംഗ് വോൾട്ടേജ് ചേഞ്ചസ് ഇറ്റ് റെക്കോർഡ്സ് ദ ടൈനി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റഡ് ബൈ ബ്രെയിൻ ആക്ടിവിറ്റി. ബ്രെയിൻ ആക്ടിവിറ്റി കാരണം ഉണ്ടാക്കപ്പെട്ട ഈ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ നോക്കുന്നത്. മറ്റടുത്ത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ വോൾട്ടേജ് ചേഞ്ചസ് ഒക്കെയാണ് നോക്കിയിരുന്നെങ്കിൽ ഇവിടെ നോക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സ്റ്റെപ്സ് എങ്ങനെയാ? ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ് യൂസിങ് ഇലക്ട്രിക്കൽ കറൻസ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ കറൻസിനോട് ന്യൂറോൺസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ കറണ്ട് എന്ത് ചെയ്യും? വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്, വളരെ വീക്കായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് ക്രിയേറ്റ് ചെയ്യും. MEG യൂസസ് സൂപ്പർ സെൻസിറ്റീവ് സെൻസേഴ്സ് കോൾഡ് സ്ക്വിഡ്സ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, ഒന്ന് പഠിച്ചു വെക്കുക. സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻഫറൻസ് ഡിവൈസസ്. ഇതെന്ത് ചെയ്യും? ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഓൾറെഡി അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്ക്വിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ കമ്പ്യൂട്ടർ ദെൻ ക്രിയേറ്റ് മാപ്സ് ഓഫ് ബ്രെയിൻ ആക്ടിവിറ്റി വിത്ത് എക്സലൻറ്റ് ടൈം റെസൊല്യൂഷൻ ആൻഡ് ഗുഡ് സ്പേഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു കിട്ടിയിട്ടുള്ള നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്സിനെ എന്ത് ചെയ്യും? ഈ ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ട് നമുക്ക് ഇമേജ് തരും. ക്ലിയർ? ഇതാണ് MEGയിൽ നടക്കുന്നത്. ഇപ്പോൾ MEGയുടെ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ്. ഈ ഒരു അപ്പാരറ്റസ് ആണ് നമ്മൾ MEGക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.
മൂന്നാമത്തെ ഫങ്ഷണൽ മെത്തേഡിൽ വരുന്നതാണ് FMRI. പേര് പറഞ്ഞതുപോലെ തന്നെ ഇത് ഫങ്ഷണൽ MRI ആണ്. MRI പോലെ തന്നെയാണ്, പക്ഷെ MRIയിൽ നമുക്ക് സ്ട്രക്ചറാണ് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ FMRIയിൽ ഫങ്ഷനാണ് പഠിക്കുന്നത്. മെഷേഴ്സ് ബ്രെയിൻ ആക്ടിവിറ്റി ബൈ ഡിറ്റക്ടിങ് ചേഞ്ചസ് ഇൻ ബ്ലഡ് ഫ്ലോ ആൻഡ് ഓക്സിജൻ ലെവൽ. ഓക്സിജൻ ലെവലിലും പിന്നെ ബ്ലഡ് ഫ്ലോയിലും ഒക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് FMRI എന്ന് പറയുന്നത്. Unlike normal MRI, FMRI shows which part of the brain are active when you do a task. ഓക്കെ, നമ്മളൊരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഏത് പാർട്ടാണ് ആക്റ്റീവ് എന്ന് ക്ലിയർ ആയിട്ട് ഈ ഒരു FMRIയിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നാലാമത്തത് വരുന്നതാണ് PET അല്ലെങ്കിൽ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി. PETൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ PYQ നോക്കുന്ന സമയത്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയ നോക്കണം. PET ട്രാക്സ് മെറ്റബോളിക് ആൻഡ് ഫങ്ഷണൽ പ്രോസസ്സസ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലുള്ള മെറ്റബോളിക് പ്രോസസ്സും ഫങ്ഷണൽ പ്രോസസ്സും ഒക്കെയാണ് PET ട്രാക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ടു സ്റ്റഡി ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റംസ് ആൻഡ് ഓവറോൾ ബ്രെയിൻ ആക്ടിവിറ്റി. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിനെ കുറിച്ചും ഓവറോൾ ബ്രെയിൻ ആക്ടിവിറ്റിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് PET എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എ സ്മോൾ എമൗണ്ട് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ട്രേസർ ഈസ് ഇൻജക്റ്റഡ് ഇൻ ടു ദ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് ഒരു ചെറിയൊരു റേഡിയോ ആക്റ്റീവ് ട്രേസർ നമ്മുടെ ബോഡിയിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നു. PETയിൽ മെയിനായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു റേഡിയോ ആക്റ്റീവ് ട്രേസർ ഇൻജക്റ്റ് ചെയ്യുന്നു. ദീസ് ട്രേസേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് എ സൈക്ലോട്രോൺ. ഒരു സൈക്ലോട്രോൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേസർ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രേസേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തോടെ നിൽക്കുന്ന ഏതൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് FDG അല്ലെങ്കിൽ ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്. ഓക്കെ, ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്. പിന്നെ വരുന്നത് ഓക്സിജൻ 15, നൈട്രജൻ 13, കാർബൺ 11. ഇതൊക്കെ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു ട്രേസേഴ്സ് ആണ്. ദ ട്രേസർ ട്രാവൽസ് ഇൻ ദ ബ്ലഡ് സ്ട്രീം ആൻഡ് അക്യുമുലേറ്റ്സ് ഇൻ ആക്റ്റീവ് ബ്രെയിൻ റീജിയൻസ്. ഈ ട്രേസേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ നടന്നിട്ട് അവിടെയൊക്കെ പോയിട്ട് എന്നിട്ട് അവിടെയൊക്കെ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഇൻജക്ഷനാണ് നടക്കുന്നത്. എ സ്മോൾ എമൗണ്ട് ഓഫ് എ സ്പെഷ്യൽ ഷുഗർ ഈസ് ഇൻജക്റ്റഡ് ഇൻ ടു യുവർ ബ്ലഡ്. അത് ഈ ട്രേസേഴ്സ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? ഇൻജക്റ്റ് ചെയ്യും. ദ ഷുഗർ ഗോസ് ടു ദ ആക്റ്റീവ് പാർട്സ് ഓഫ് യുവർ ബോഡി. ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്കൊക്കെ ഇത് ട്രാവൽ ചെയ്യും. ദ ഷുഗർ ഗിവ്സ് ഓഫ് സിഗ്നൽസ്. ഒരു സിഗ്നൽ കൊടുക്കും. ദ PET മെഷീൻ റിങ്സ് അപ്പ് ദോസ് സിഗ്നൽസ്. എന്നിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു PET മെഷീന് ആ ഒരു സിഗ്നൽ ഡിറ്റക്ട് ചെയ്യും. എ കമ്പ്യൂട്ടർ മേക്സ് എ ഗ്ലോയിങ് പിക്ചർ ഷോയിങ് വിച്ച് ഏരിയാസ് ആർ മോസ്റ്റ് ആക്റ്റീവ്. എന്നിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? നമുക്കൊരു ഇമേജ് തരും ഏത് പാർട്ടാണ് മോസ്റ്റ് ആക്റ്റീവായിട്ട് കിടക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് PETൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. PET വർക്ക്സ് ഓൺ ദ അസംഷൻ ദാറ്റ് more active neurons need more energy, which leads to increased blood flow and glucose consumption in those areas. Okay, ഇതാണ് PET സ്കാൻ്റെ ഒരു മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ പറയാം MRIൻ്റെതായാലും PET ആയാലും എല്ലാ മെഷീനും ഏകദേശം കാണാൻ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സിലുള്ള മാറ്റമാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നത്. എന്തായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ഫിസിയോളജിക്കൽ സൈക്കോളജി ആർ കൺസിഡേർഡ് ആസ് ഇൻവേസീവ് മെത്തേഡ്സ്? തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഇൻവേസീവ് മെത്തേഡ് എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻവേസീവ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു, നോൺ ഇൻവേസീവ് മെത്തേഡും പഠിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാം. അപ്പം ലീഷൻ ഏതിലായിരുന്നു? ഏത് മെത്തേഡിലാണ് ലീഷൻ വന്നത്? കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്കറിയാം ഇത് ഒരു ഇൻവേസീവ് മെത്തേഡാണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം, ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴല്ലേ പറഞ്ഞു കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഏതിനെ കുറിച്ചാണ് പറയുന്നത്? നോൺ ഇൻവേസീവ് മെത്തേഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ EEG നോൺ ഇൻവേസീവ്. ഇലക്ട്രോ കോർട്ടിക്കോഗ്രാം, ഇതും കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലേ, അതും എവിടെയാണ് വരുന്നത്? ഇൻവേസീവ് മെത്തേഡിലാണ് വരുന്നത്. മാഗ്നെറ്റോ എൻസെഫലോഗ്രാം, എഗെയിൻ ഇതൊരു നോൺ ഇൻവേസീവ് മെത്തേഡാണ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, MRIയും ഒരു നോൺ ഇൻവേസീവ് മെത്തേഡാണ്.
അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇൻവേസീവ് മെത്തേഡ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? എയും സിയും ആണ് അല്ലേ? ഓക്കെ, നമ്മുടെ ഇതിൽ നമുക്കറിയാം ഓപ്ഷൻ സി, എ ആൻഡ് സി ഓൺലി. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഭാഗത്ത് നിന്ന് തന്നെ ചോദിച്ചൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. വിച്ച് ടെക്നിക് ഓഫ് സ്റ്റഡി ഇൻ ദ ബ്രെയിൻ ഇൻവോൾവ്സ് ഇൻജെക്ടിങ് ദ പേഷ്യൻറ്റ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഗ്ലൂക്കോസ്? ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞെന്താ, നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ട്രേസർ ഇൻജെക്ട് ചെയ്യുന്നത് ഏത് പ്രോസസ്സാണെന്നാ പറഞ്ഞത്? ഏതെന്നാ പറഞ്ഞത്? ദാറ്റ് ഈസ് PET. ഇത് നോക്കിയാൽ മതി, ഇൻജെക്ട് ചെയ്യുന്നുണ്ട് എന്ത്? ഒരു റേഡിയോ ആക്റ്റീവ് ഗ്ലൂക്കോസ്. സോ ദാറ്റ് ഈസ് PET. ഓക്കെ, എന്നാ ഒരു ക്വസ്റ്റ്യനും കൂടി. എന്താ ഇവിടെ ചോദിച്ചത്? വിച്ച് ലിഗൻഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബോഡി ഡ്യൂറിങ് PET സ്കാൻ? PET സ്കാൻ്റെ സമയത്ത് ഏത് ലിഗൻഡാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. പക്ഷെ ലിഗൻഡിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ല അല്ലേ? എന്നാലും നമുക്ക് ഓപ്ഷൻ നോക്കാം. ക്ലോറിൻ 4, ഹീലിയം 20, ഫ്ലൂറിൻ 18, ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇതെന്താ ഇപ്പോൾ സംഭവം? അപ്പോൾ നമുക്ക് എന്താണ് ഈ ലിഗൻഡ് എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ PET എന്താണെന്നറിയാലോ? PET എന്ന് പറഞ്ഞാൽ എന്താ? A scan is a type of imaging test that helps reveal how your tissue and organs are functioning. It uses a radioactive drug to show this activity. ഓക്കെ, നമുക്കറിയാം ഒരു റേഡിയോ ആക്റ്റീവ് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ എന്താ PET സ്കാനിലെ ലിഗൻഡ് എന്ന് പറഞ്ഞാൽ? ഒരു ലിഗൻഡ് എന്ന് പറഞ്ഞാൽ എ മോളിക്യൂൾ ദാറ്റ് ബൈൻഡ്സ് ടു അനദർ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനെ മറ്റൊരു മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ലിഗൻഡ് എന്ന് പറയുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് PET സ്കാൻ ദ ലിഗൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ റേഡിയോ ആക്റ്റീവ് ട്രേസർ. അപ്പോൾ ഈ ഒരു കേസിൽ, PET സ്കാൻ്റെ കേസിൽ ഒരു റേഡിയോ ആക്റ്റീവ് ട്രേസറുമായിട്ടാണ് ഈ ഒരു ലിഗൻഡ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഒരു ലിഗൻഡും ഒരു റേഡിയോ ആക്റ്റീവ് ട്രേസറും. അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ PET സ്കാനിൽ യൂസ് ചെയ്യുന്ന ലിഗൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്രേസർ ഇൻ PET സ്കാൻസ് ഇസ് ഫ്ലൂറിൻ 18. ഞാൻ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു ട്രേസർ ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്? ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്. ഓക്കെ, വിച്ച് അറ്റാച്ച്ഡ് ടു എ ഗ്ലൂക്കോസ് മോളിക്യൂൾ ടു ഫോം ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്. അപ്പോൾ പറഞ്ഞ ഫ്ലൂറിന് ഗ്ലൂക്കോസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്താണ് ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഡിയോ ആക്റ്റീവ് ട്രേസറിനെ നമുക്ക് കിട്ടുന്നത്. FDG is taken up by cells in the body, particularly those with high metabolic rates such as cancer cells. പിന്നെ നമുക്ക് തന്ന ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ക്ലോറിൻ 4ഉം ഹീലിയം 20 ഒക്കെ എന്താണ്? അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ അതൊന്നും നമ്മളൊരു ബയോളജിക്കലി യൂസ് ചെയ്യുന്ന മോളിക്യൂൾസ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഏത് ലിഗൻഡാണ് യൂസ് ചെയ്യുന്നതല്ലേ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അവിടെ ഏതായിരിക്കും? ഫ്ലൂറിൻ 18. ക്ലോറിൻ 4 അല്ല, ഹീലിയം 20 അല്ല, അപ്പോൾ ഫ്ലൂറിൻ 18. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. 2 പാർട്ടുകളിലായിട്ട് നമ്മൾ ഇൻവേസീവ് മെത്തേഡ്സും നോൺ ഇൻവേസീവ് മെത്തേഡ്സും ആണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എല്ലാവരും ഈ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ മറക്കാതെ പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ചോദിക്കാം. എൻലൈറ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി പരിഗണിക്കാം. താങ്ക്